ഹായ് കുട്ടികളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? വെസ്റ്റ് ഏഷ്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ, യൂണിപോളാർ വേൾഡ് പ്രീഡോമിനൻസ് അല്ലെങ്കിൽ യൂണിപോളാർ വേൾഡ് ഓർഡർ, നിയോ ഇമ്പീലിസം. 4 ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്ത് നിർത്തിയത് അല്ലേ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നിയോ ഇമ്പീലിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. നിയോ ഇമ്പീലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാമ്രാജ്യത്വം. നിയോ ഇമ്പീലിസം എന്ന് വെച്ചാൽ നവസാമ്രാജ്യത്വം എന്ന് പറയും. വേറെ ഒന്നുമില്ല, ഇമ്പീലിസം മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്നു. അവരുടെ സമ്മതത്തോടെയാണ് ആക്രമിച്ച് കീഴടക്കുന്നതല്ല. സമ്മതമില്ലാതെ എന്ത് ചെയ്യുന്നു? ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ ദുർബലമായ രാജ്യങ്ങൾക്ക് മേൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനെ ഇമ്പീലിസം എന്ന് പറയുന്നു. നിയോ ഇമ്പീലിസം ആപ്പം ആ രാജ്യത്തിൻ്റെ അറിവോടുകൂടി അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി തന്നെ ആ രാജ്യത്ത് പ്രവർത്തനം നടത്തുകയും ആ രാജ്യത്തെ വിഭവങ്ങൾ ഓരോന്നായി ചൂഷണം ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നിയോ ഇമ്പീലിസം എന്ന പേരിൽ അറിയപ്പെട്ടത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു എന്താണ് നിയോ ഇമ്പീലിസം എന്ന് പറഞ്ഞാൽ മൾട്ടി നാഷണൽ കമ്പനീസ് ഉണ്ടല്ലേ, ബഹുരാഷ്ട്ര കമ്പനികളുണ്ട്. മൾട്ടി നാഷണൽ കമ്പനീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് ഇൻ എ country and functioning in many countries began to interfere in the economic, social and cultural sector of a lateral for serving the interest of the capitalist countries. It is known as neo-imperialism. ബഹുരാഷ്ട്ര കമ്പനികളുണ്ട്, അമേരിക്ക പോലുള്ള. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞായിരുന്നു, കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനി, അതൊരു ബഹുരാഷ്ട്ര കമ്പനിയാണ്. ബഹുരാഷ്ട്ര കമ്പനി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പല രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനി. ഒറിജിൻ എവിടെയാണ്? അമേരിക്കയാണ്. ആ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുകയും ഇന്ത്യയിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിൽ പാലക്കാട് എന്ന് പറയുന്ന പ്ലാച്ചിമട എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനം നടത്തുകയും അവിടുത്തെ കൊക്കക്കോളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജലമാണ് അല്ലേ. അപ്പം വെള്ളം അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്യുകയും ചെയ്തു. അവസാനം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ആ സമീപത്തുള്ള അല്ലെങ്കിൽ ആ കമ്പനി ഇവിടെ അടുത്തുള്ള പ്രദേശത്ത് എന്ത് ചെയ്യുന്നു? വെള്ളത്തിൻ്റെ ക്ഷാമം അതിരൂക്ഷമായി, കിണറ്റിലൊക്കെ വെള്ളം വറ്റുന്നു. അപ്പോൾ ഇത് അന്വേഷിച്ച് പോയപ്പോഴാണ് കമ്പനി അധികമായിട്ട് ജലം ചൂഷണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ സമരങ്ങളായി. സമരം അവസാനം ഒത്തുതീർപ്പ് എന്ന് പറയുന്ന കമ്പനി അവിടെ പ്രവർത്തനം നിർത്തി. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നിയോ ഇമ്പീലിസത്തിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. കാര്യം നമ്മുടെ ഗവൺമെൻറ് അറിവോടുകൂടി ഇവിടെ കമ്പനി സ്ഥാപിക്കുന്നു, കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനി സ്ഥാപിക്കുന്നു. അത് അറിവോടുകൂടി തന്നെയാണ്. കാര്യം എന്താണ്? ഗവൺമെൻറ്റിന് ലാഭമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു പൈസയും മുടക്കണ്ട, സ്ഥലം മാത്രം കൊടുത്താൽ മതി. സ്ഥലം കൊടുക്കുമ്പോൾ അവരിവിടെ വന്ന് കമ്പനി പണിതിട്ട് അവർക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ള സ്റ്റാഫിന് ഒരുപാട് സ്റ്റാഫ് ആവശ്യമായി വരും അല്ലേ. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു പരിഹാരമെന്ന നിലയ്ക്ക് ഇവിടെ കമ്പനി സ്ഥാപിക്കാൻ അനുമതി കൊടുക്കുകയും അവർ സ്ഥലം കൊടുക്കുമ്പോൾ വന്ന് കമ്പനി സ്ഥാപിക്കുകയും ആ കമ്പനിയിൽ നമ്മുടെ ആൾക്കാർക്ക് തന്നെ ജോലി കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് പരിപാടി. അപ്പോൾ തൊഴിലില്ലായ്മ കുറച്ച് കുറയും, ജീവിത നിലവാരമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ കമ്പനി സ്ഥാപിക്കുന്നതിന് പൈസയും ചിലവാകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഗവൺമെൻറ് സമ്മതം മൂളി പക്ഷേ അവിടുത്തെ പ്രകൃതി വിഭവമായിട്ടുള്ള വെള്ളമാണ് ചൂഷണം ചെയ്ത് കൊണ്ടുപോയത്. അവസാനം സമീപവാസികളെല്ലാം കൂടെ ചേർന്ന് സമരമുണ്ടാക്കി കമ്പനി സ്റ്റോപ്പ് ചെയ്യുന്നതിന് കാരണം. ഇതാണ് യഥാർത്ഥത്തിൽ നിയോ ഇമ്പീലിസത്തിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഈ നിയോ ഇമ്പീലിസത്തിൻ്റെ ഒരു 3 പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഉണ്ട്. ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ എന്നിങ്ങനെ 3 തലങ്ങൾ ഇതിനുണ്ട്. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം. അതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗോളവൽക്കരണം. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം. അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വകാര്യവൽക്കരണം. ഇതാണ് കൺസെപ്റ്റ് അല്ലേ. ഇപ്പം നിയോ ഇമ്പീലിസത്തിൻ്റെ കൺസെപ്റ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നിയോ ഇമ്പീലിസം അതിൻ്റെ കൺസെപ്റ്റ് ഓഫ് നിയോ ഇമ്പീലിസം. 1. ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം. 2. പ്രൈവറ്റൈസേഷൻ.
സ്വകാര്യവൽക്കരണം. 3 ലിബറലൈസേഷൻ. ഉദാരവൽക്കരണം. ഇതാണ് 3 പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഏതിൻ്റെ കൺസെപ്റ്റാണ്? ന്യൂ ഇമ്പീരിയലിസത്തിൻ്റെ കൺസെപ്റ്റ്. ഇനി ഓരോന്നും നമുക്ക് പറയാം. എന്താണ് ഗ്ലോബലൈസേഷൻ? എൻ്റെ മലയാളം ഞാൻ പറഞ്ഞു ആഗോളവൽക്കരണം എന്നാണ്. 2 പറയുന്നത് പ്രൈവറ്റൈസേഷൻ, അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണമാണ്. 3 പറയുന്നത് ലിബറലൈസേഷൻ, അതിൻ്റെ മലയാളം ഉദാരവൽക്കരണമാണ്. ഇനി ഓരോന്നും നമുക്ക് വിശദീകരിച്ച് എന്ത് ചെയ്യാം നോക്കാം. ഒന്നാമത്തത് ഗ്ലോബലൈസേഷൻ. എന്താണ് ഈ ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യൻ ഇതാണ്. ഏതാണ്? കൺസെപ്റ്റ് ഓഫ് ന്യൂ ഇമ്പീരിയലിസം അല്ലേ? നവസാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ എന്തൊക്കെയാണ്? 1 അതിൽ ഗ്ലോബലൈസേഷൻ ഞാനൊന്ന് വായിക്കാം, ടെസ്റ്റിലുണ്ട്, നിങ്ങളത് ടെസ്റ്റ് നോക്കിയിരുന്നാൽ മതി. എക്കണോമിക് സിസ്റ്റം ഓഫ് ദി കൺട്രി ലിങ്ക്ഡ് ടു ഗ്ലോബൽ എക്കോണമി. അപ്പം നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥ കാണും. നമ്മുടെ രാജ്യത്ത് ഒരു സമ്പദ് വ്യവസ്ഥ കാണും. ഈ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, മറ്റ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയാണ്. നമ്മുടെ രാജ്യമല്ലാതെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് ആഗോള സമ്പദ് വ്യവസ്ഥ എന്ന് പറയാം. അപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കൺട്രി ലിങ്ക്ഡ് ടു ഗ്ലോബൽ എക്കോണമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാകുന്നത്, അതിന് പല അല്ലെങ്കിൽ പല മേഖലകളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സമ്പത്ത് വരുന്നത്. അതിനെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതൊരു സിസ്റ്റമാണല്ലേ, കാലാകാലങ്ങളായിട്ട് വരുന്ന ആ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു ഗ്ലോബൽ എക്കോണമിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. 2 ദ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ദ മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൊട്ടക്റ്റഡ്. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ താല്പര്യം, ആൻഡ് മോട്ടീവ്സ് അവിടെ ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഓഫ് ദ മൾട്ടിനാഷണൽ കമ്പനി. അപ്പം ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും എന്ത് ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക. 3 കോമ്പറ്റീഷൻ ഡ്രിവൺ മാർക്കറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. മത്സരങ്ങളിലൂന്നിയ കമ്പോളങ്ങൾ എന്ത് ചെയ്യുന്നു നിലവിൽ വരുന്നു എന്നാണ് അർത്ഥം. കോമ്പറ്റീഷൻ ഡ്രിവൺ മാർക്കറ്റ്, മത്സരങ്ങളിലൂന്നിയ കമ്പോളങ്ങൾ, കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, നിലവിൽ വരുന്നു. ട്രാൻസ്ബോർഡർ ഫ്ലോ ഓഫ് പ്രോഡക്റ്റ്, സർവീസ്, റോ മെറ്റീരിയൽ, ക്യാപിറ്റൽ, ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഫെസിലിറ്റേറ്റഡ്. എന്തൊക്കെയാണ് മാറുന്നത്? ട്രാൻസ്ബോർഡർ അതിരുകളില്ലാതെ എന്നാണ് പറയുന്നത്. ട്രാൻസ്ബോർഡർ ഫ്ലോ ഓഫ് പ്രോഡക്റ്റ്, അതിരുകളില്ലാതെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. സർവീസ് സേവനങ്ങൾ പോകുന്നു. റോ മെറ്റീരിയൽ പോകുന്നു. ക്യാപിറ്റൽ പോകുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി പോകുന്നു. ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യനും പോകുന്നു അല്ലേ, മനുഷ്യവിഭവം പോകുന്നു. ഇതൊക്കെ ഏതിൻ്റെ പ്രത്യേകതയാണ്? ഗ്ലോബലൈസേഷൻ്റെ പ്രത്യേകതയാണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം എന്നതിലുപരി ഈ ലോകത്തെ ഫുള്ളായിട്ട് ഒരു രാജ്യമായിട്ട് കണ്ടാൽ എങ്ങനെയിരിക്കും? നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് അല്ലേ, അതിർത്തിയുണ്ട്. അപ്പോൾ അതിർത്തിക്ക് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ആരെങ്കിലും പോകണമെങ്കിൽ ഗവൺമെൻറ് അനുമതി വേണം. പക്ഷേ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാതെ ഈ ലോകം എല്ലാം കൂടെ ഒരൊറ്റ രാജ്യം എന്നുള്ള ഒരു സ്ഥിതി വന്നാൽ എങ്ങനെയിരിക്കും? നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും മനുഷ്യനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് ആരെങ്കിലും നിയന്ത്രണം വേണോ? വേണ്ട. ഓക്കെ, അപ്പോൾ അവർ സ്വതന്ത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളും സേവനങ്ങളും ടെക്നോളജിയും ഹ്യൂമൻ റിസോഴ്സും എല്ലാം കൊണ്ടുപോകാൻ സാധിക്കും. ആ ഒരു കൺസെപ്റ്റിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇവിടെ ഞെക്കാട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം, ഞെക്കാട് ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് നമ്മുടെ കുടിൽ വ്യവസായം കണക്ക് മെഴുകുതിരി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നമ്മൾ ഒരുപാട് വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചപ്പം ഇത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ വിറ്റഴിച്ചു. അതിനുശേഷം പല സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മുടെ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ നമ്മൾ വെളിയിലോട്ട് പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസും കാര്യങ്ങളും എല്ലാം
എടുക്കേണ്ടി വരും അല്ലേ, കയറ്റുമതിക്ക് വേണ്ടി പ്രത്യേകം ഇമ്പോർട്ട് ലൈസൻസ്, എക്സ്പോർട്ട് ലൈസൻസ് എന്ന് പറഞ്ഞ ലൈസൻസുകളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ. പക്ഷേ ആദ്യകാലങ്ങളിൽ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ തന്നെ വിറ്റഴിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കച്ചവടത്തിൻ്റെ വികസനം വളർന്നത്, അല്ലെങ്കിൽ ഉൽപ്പാദനം കൂടിയപ്പോഴാണ് ആൾക്കാർ എന്ത് ചെയ്തു തുടങ്ങിയത്, വാണിജ്യം അല്ലെങ്കിൽ വ്യാപാരം ചെയ്തു തുടങ്ങിയത്. അങ്ങനെയാണ് പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ വ്യാപാരം ഉണ്ടാക്കിയത്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സാധനം നമുക്ക് എവിടെ വേണമെങ്കിലും കയറ്റി അയക്കാം, വേറെ രാജ്യത്തിൻ്റെ സാധനം അവർക്കും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ സാധിക്കും. ഈ ഒരു ഫെസിലിറ്റിയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ജപ്പാൻ്റെ സാധനം മേടിക്കാം, ജർമ്മനിയുടെ സാധനം മേടിക്കാം, ലോകത്തേത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും വാങ്ങാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ അവർക്കും ഉണ്ട്. ജപ്പാനിലിരിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും രാജ്യത്തുള്ള പ്രോഡക്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ അവിടെ ഗവൺമെൻറ് അറിവോടുകൂടി തന്നെ സാധനങ്ങളും സേവനങ്ങളും അതേപോലെ സാങ്കേതിക വിദ്യയും ഹ്യൂമൻ റിസോഴ്സും എല്ലാം പരസ്പരം കൈമാറുന്നു രാജ്യങ്ങൾ തമ്മിൽ. ഇതിനെയാണ് അറിയപ്പെടുന്നത് ആഗോളവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ നമ്മുടെ ബഹിരാഷ്ട്ര കമ്പനിയുടെ താല്പര്യവും ലക്ഷ്യവും സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന രണ്ടാമത്തെ പോയിൻ്റ്. കോമ്പറ്റീഷൻ ഡ്രിവൺ മാർക്കറ്റ്, ഇങ്ങനെ ഇപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് തന്നെ പല പല സാധനങ്ങൾ, പല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ വരുമ്പോൾ അവിടെ ഒരു മത്സരം ഉണ്ടാകും. അതാണ് പറയുന്നത് കോമ്പറ്റീഷൻ ഡ്രിവൺ മാർക്കറ്റ് കെയിം ഇൻറ്റു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി? അതായത് നമ്മൾ ഉൽപ്പാദിക്കുന്ന പ്രോഡക്റ്റ് അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്നത്, ജപ്പാൻ ഉൽപ്പാദിപ്പിക്കുന്ന, ജർമ്മനി, ഇത്ര എല്ലാ രാജ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ വില നിലവാരമുള്ള പ്രോഡക്റ്റ് എത്തുമ്പോൾ അതിൽ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് മേടിക്കാനുള്ള അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഗ്ലോബലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടർ, ഫ്ലോ ഓഫ് പ്രോഡക്റ്റ്, സർവീസ്, റോ മെറ്റീരിയൽ, ക്യാപിറ്റൽ, ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ, ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഒരു നിയന്ത്രണമൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കും ഇങ്ങോട്ടും കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാനുള്ള ഒരു സാധ്യത തുറന്നു തന്നതിനെയാണ് എന്നറിയപ്പെടുന്നത് ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫസ്റ്റ്. രണ്ടെന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്വകാര്യവൽക്കരണം. സ്വകാര്യ വ്യക്തികളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ നേരത്തെയുള്ള ഒരു കമ്പനി, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കമ്പനി നമ്മൾ വിൽക്കുകയാണെന്ന് വിചാരിക്കും. വിൽക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പം നേരത്തെ ഉള്ള കമ്പനി സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നു എന്നാണ് അർത്ഥം. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കമ്പനിയും കാര്യങ്ങളൊന്നുമില്ല, ഗവൺമെൻറ് ഓൺഡ് കമ്പനിയൊന്നും കാണത്തില്ല. പിന്നെ എല്ലാം പ്രൈവറ്റൈസേഷൻ വന്നാൽ എല്ലാവരും സ്വകാര്യ വ്യക്തികളുടെ കൈകളിലായിരിക്കും. പക്ഷേ ഇന്നങ്ങനെയല്ല, ഗവൺമെൻറ്റിൻ്റെ കയ്യിലും സ്വകാര്യ വ്യക്തികൾക്കും അല്ലേ, രണ്ടുപേർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പോകുന്നത്. ഒരു മിക്സഡ് എക്കോണമിയാണ്. അത് ഏതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു? പബ്ലിക് സെക്ടറിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടറിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതാണ് മിക്സഡ് എക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പ്രൈവറ്റൈസേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇൻ ദ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രൈവറ്റ് സെക്ടർ. സ്വകാര്യ മേഖലയെ പ്രൊമോട്ട് ചെയ്യുന്നതിന്, പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പബ്ലിക്കിൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പ്രൈവറ്റൈസേഷൻ ആകും, സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നു. ഇതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ നടപടികളൊക്കെ ലഘൂകരിച്ചു എന്നാണ് അർത്ഥം. നടപടികൾ ലഘൂകരിക്കുന്നു, ഉദാരവൽക്കരണം. അഡോപ്ഷൻ ഓഫ് liberal regulation and taxation system to facilitate the import of multinational product to domestic market. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ്, നമ്മുടെ സാധാരണ ഈ നാട്ടിൻപുറങ്ങളിൽ അല്ലേ, സാധാരണ കച്ചവടം നടത്തുന്ന കേന്ദ്രങ്ങളിലേക്ക് വെളിയിൽ ഉള്ള ഒരു രാജ്യത്തിൻ്റെ പ്രോഡക്റ്റ് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു രാജ്യം ഇങ്ങോട്ട് കളിപ്പാട്ടങ്ങൾ കുറേയധികം എക്സ്പോർട്ട് ചെയ്യുന്നു, കയറ്റുമതി ചെയ്യുന്നു. ഇപ്പോൾ ചൈന എന്ന് പറയുന്ന രാജ്യം, അവിടെ തന്നെ ഏറ്റവും കൂടുതൽ കളിപ്പാട്ടങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ ഇതിങ്ങോട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ കപ്പൽ വഴിയായിരിക്കും നമ്മുടെ രാജ്യത്ത് എത്തുന്നത്. മനസ്സിലായി? വലിയ ഷിപ്പ്, കണ്ടെയ്നർ ഷിപ്പ് അല്ലേ, വലിയ ഷിപ്പ്, മദർ ഷിപ്പൊക്കെ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധനങ്ങൾ നമ്മുടെ പോർട്ടിലെത്തുന്നത്. പോർട്ടിൽ എത്തിയതിന് ശേഷം അവിടെ ഒരു ക്ലിയറൻസ് ഉണ്ടല്ലേ,
എന്തൊക്കെ സാധനങ്ങളാണ് ഇങ്ങോട്ട് കടത്തി വിടേണ്ടതെന്നുള്ള ക്ലിയറൻസ് ഉണ്ട്. ആ ക്ലിയറൻസ് പേപ്പറൊക്കെ നമ്മുടെ ഗവൺമെൻറ് കയ്യിൽ നിന്ന് വാങ്ങി അവിടെ ടാക്സൊക്കെ അടച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ബോർഡറിൽ നിന്ന് പല കടകളിലേക്കും പോകുന്നത്. മനസ്സിലായ? അപ്പോൾ ഈ ഒരു സമ്പ്രദായം വളരെ ലഘൂകരിച്ചു കൊടുത്തു. അതായത് ടാക്സേഷൻ സിസ്റ്റം ആയാലും അതിന് ഉണ്ടാകുന്ന പേപ്പർ വർക്കുകളായാലും ഗവൺമെൻറ് ഒരുപാട് പേപ്പർ വർക്കൊക്കെ ലഘൂകരിച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് മറ്റ് രാജ്യത്തിലെ പ്രോഡക്റ്റുകൾ നമ്മുടെ ബോർഡർ വഴി എന്ത് ചെയ്യുന്നു കടന്നു വരുന്നതിന് കാരണമാകും. ഇതിനെയാണ് ലിബറലൈസേഷൻ. നമ്മൾ നിയമ നടപടികളും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നു വളരെ കുരുക്കിയാണ് ഇട്ടേക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതിനെ നോക്കുന്നതെങ്കിൽ ഒരുപാട് രാജ്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം നമുക്ക് നല്ല പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ വില കുറഞ്ഞ പ്രോഡക്റ്റൊക്കെ കിട്ടുന്നതിന് അത് തടസ്സമായി മാറും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, മറ്റ് രാജ്യങ്ങളിലെ പ്രോഡക്റ്റ് കടന്നു വരുന്നതിന് വേണ്ടി ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ലിബറലൈസേഷൻ ചെയ്തു, ഉദാരവൽക്കരിച്ചു, കുറച്ചുകൂടി ലഘുവായി കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്നീ 3 ടേമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിബറലൈസേഷൻ ഞാൻ ഒന്നുകൂടെ വായിക്കും. അഡോപ്ഷൻ ഓഫ് ലിബറൽ റെഗുലേഷൻ, ഉദാരമായിട്ടുള്ള നിയമങ്ങൾ, ആൻഡ് ടാക്സേഷൻ സിസ്റ്റം, നമ്മുടെ നികുതി, ടു ഫെസിലിറ്റേറ്റ് ദ ഇമ്പോർട്ട് ഓഫ് മൾട്ടിനാഷണൽ പ്രോഡക്റ്റ് ടു ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ കടന്നു വരാൻ വേണ്ടി നമ്മുടെ ടാക്സേഷൻ സിസ്റ്റം ആയാലും നമ്മുടെ റെഗുലേഷൻ നിയമങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ലഘൂകരിച്ചു കൊടുക്കുന്നു. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ലിബറലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 3 ടോപ്പിക്ക് അത്രയേ ഉള്ളൂ. ഇനി ഗ്ലോബലൈസേഷനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സംഘടനകൾ ഏതൊക്കെയെന്ന് ഒരു ചോദ്യം വരാം. നമ്മളിപ്പോൾ പറഞ്ഞു ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ ഏതിൻ്റെ കൺസെപ്റ്റാണ്, ന്യൂ ഇമ്പീരിയലിസം അല്ലെങ്കിൽ നിയോ ഇമ്പീരിയലിസത്തിൻ്റെ കൺസെപ്റ്റായിട്ട് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഗ്ലോബലൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഗ്ലോബലൈസേഷനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ലോകത്തുള്ള 2 സംഘടനകൾ ഏതൊക്കെയെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതണം വേൾഡ് ബാങ്ക് ആൻഡ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. 3 വേണമെങ്കിൽ നമുക്ക് പറയാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെയും പറയാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയുണ്ട്, WTO ഉണ്ട്, IMF ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്. ഇതാണ് ഏതിനെ സഹായിക്കുന്നത്, ഗ്ലോബലൈസേഷനെ സഹായിക്കുന്നത്. ഗ്ലോബലൈസേഷന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന പ്രധാനപ്പെട്ട 3 സംഘടനകൾ ഏതൊക്കെയെന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അവിടെ പറയേണ്ടത് എന്ന് പറയുന്നത് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന, വ്യാപാരികളുടെ ഒരു സംഘടന, ലോകത്തുള്ള വ്യാപാരികളുടെ ഒരു സംഘടന, വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ഒരു സംഘടന, അതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 2 പറയുന്നത് IMF ആണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് IMF. 3 പറയുന്നത് വേൾഡ് ബാങ്ക്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സംഘടനകളാണ് ആർക്കനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത്, ഗ്ലോബലൈസേഷന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത്. അത് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. ഗ്ലോബലൈസേഷനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 3 സംഘടനകൾ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 1 പറയുന്നത് IMF പറയാം, 2 പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പറയാം, 3 പറയുന്നത് വേൾഡ് ബാങ്കിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ സച്ചാസ് വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്,
World Trade Organization, etc. are devising and executing various policies in favor of globalization. Globalization opened up many opportunities and possibilities around the world. The transfer of goods, products and services beyond boundaries and dissemination of information technology shaped the concept of the global village. However, the globalization posed some challenges to the developing countries. അടുത്ത ചോദ്യം ഇതാണ്. Globalization posed some challenges to the developing countries. What are they? ആ ചോദ്യം എഴുതിയിടാം. അടുത്ത ഇത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഗ്ലോബലൈസേഷൻ ഡെവലപ്പിംഗ് കൺട്രീസിനെ എങ്ങനെ ബാധിക്കും. ആഗോളവൽക്കരണം ഡെവലപ്പിംഗ് കൺട്രീസ് വികസ്വര രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു. Globalization posed some challenges to the developing countries. What are they? എന്തൊക്കെ ചലഞ്ചസ് ആണ് ഗ്ലോബലൈസേഷൻ വികസ്വര രാജ്യങ്ങൾക്ക് നൽകുന്നത്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ദ ഇൻ്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് challenged the concept of national state. Challenged the concept of national state. National state. രണ്ട്, led to the destruction of the indigenous culture. Indigenous culture. Price of agricultural product plunged. Public sector undertaking were destroyed. Government withdraw from social service sector. Natural resources were looted. നോക്കുക, globalization posed some challenges to the developing countries. What are they? First one, the intervention of the multinational companies challenged the concept of national state. Second one,
led to the destruction of the indigenous culture. Price of agricultural product plunged. Price public sector undertaking were destroyed. Government withdraw from the social service sector. Natural resources were looted. ഇങ്ങനൊരു 6 പോയിൻ്റാണുള്ളത്. ഏതെങ്കിലും ഒരു 5 പോയിൻ്റ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഗ്ലോബലൈസേഷൻ ഡെവലപ്പിംഗ് കൺട്രീസിനെ എങ്ങനെയെല്ലാം ബാധിച്ചു. ഒന്നാമത് ഇൻ്റർവെൻഷൻ ഓഫ് ദ മൾട്ടിനാഷണൽ കമ്പനീസ്. നേരത്തെ നമ്മൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഇടപെടൽ ഞാനൊരു ഉദാഹരണ സഹിതം കൊക്കോകോള കമ്പനിയല്ലേ, ആ ഉദാഹരണ സഹിതം വ്യക്തമാക്കിയതാണ്. അത് ഏതിന് കാരണമായി, ഏതിൻ്റെ ചലഞ്ചിന് കാരണമായി? നാഷണൽ സ്റ്റേറ്റ്, ഒരു ദേശരാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്ന ഒരു കൺസെപ്റ്റിന് ചലഞ്ചായിട്ട് നിൽക്കുന്നതാണ് എന്ന് പറയുന്നത് ബഹുരാഷ്ട്ര കമ്പനികളുടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ അപ്പോൾ ഏതിന്? ഡെവലപ്പിംഗ് കൺട്രീസിൽ ഏതിന് ചലഞ്ച് ആവുന്നുണ്ട്? നാഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് ചലഞ്ച് ആവുന്നുണ്ട്. അതായത് ഇപ്പം ഇന്ത്യ ഒരു രാഷ്ട്രമാണ്. ഇന്ത്യയിലേക്കൊരു ബഹുരാഷ്ട്ര കമ്പനികൾ വന്നിട്ട് അവർക്ക് തോന്നിയ രീതിയിൽ നമ്മളിവിടെ പ്രവർത്തനം നടത്താൻ അനുവദിക്കുകയാണെങ്കിൽ അവരിവിടുത്തെ റിസോഴ്സസ് എന്ത് ചെയ്യുന്നു? ലൂട്ട് ചെയ്തുകൊണ്ട് പോകും അല്ലേ, ഊറ്റിക്കൊണ്ട് പോകും. അതാണ് നേരത്തെ സംഭവിച്ചത്. വാട്ടർ എന്ന് പറയുന്ന റിസോഴ്സസാണ് അവർ ചൂഷണം ചെയ്തത്. അപ്പോൾ അത് ദേശരാഷ്ട്രം എന്ന് പറയുന്ന കൺസെപ്റ്റിന് എന്താണ്? ഒരു രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് അത് വളരെയധികം ഒരു ചലഞ്ചായി മാറും. ലെഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഇൻഡിജിനിയസ് കൾച്ചർ. നമ്മുടെ തദ്ദേശീയമായിട്ട് നമ്മൾ കൊണ്ടുവന്ന പല സംസ്കാരങ്ങളും ഇടിയുന്നതിന് അതുവഴി കാരണമാകും. പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് പ്ലഞ്ച്ഡ്. കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ വില എന്ത് ചെയ്യുന്നു? പ്ലഞ്ച് ചെയ്യും, ഇടിയും. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വെയർ ഡിസ്ട്രോയിഡ്. ഏത് മേഖലയാണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വെയർ ഡിസ്ട്രോയിഡ്. അതായത് പൊതുമേഖലയിലെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു? തകരുന്നതിന് കാരണമാകുന്നുണ്ട്. ഗവൺമെൻറ് വിത്ഡ്രോ ഫ്രം സോഷ്യൽ സർവീസ് സെക്ടർ. ഗവൺമെൻറ് ഏതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്? സാമൂഹ്യ സേവന മേഖലയിൽ നിന്ന് മാറി നിൽക്കും. നാച്ചുറൽ റിസോഴ്സസ് വെയർ ലൂട്ടഡ്. ഇന്ത്യയുടെ പ്രകൃതി വിഷയം, ഇന്ത്യയുടെ മാത്രമല്ല ഈ പറഞ്ഞ പൊതുവായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾക്ക് എന്ത് സംഭവിക്കും? നാച്ചുറൽ റിസോഴ്സസ് വെയർ ലൂട്ടഡ്. അതെന്ത് ചെയ്യും? കൂടുതലായിട്ട് ചൂഷണം ചെയ്യുന്നതിന് കാരണമാകും. ഇതൊക്കെയാണ് ഏതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഗ്ലോബലൈസേഷൻ ഡെവലപ്പിംഗ് കൺട്രീസിന് അല്ലേ, വികസ്വര രാജ്യങ്ങൾക്ക് നൽകുന്ന ചലഞ്ചിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ വായിച്ചു പോകാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരാം. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ ടോപ്പിക്ക് നിയോ ഇംപീരിയലിസം ആദ്യം തുടങ്ങി. അതിനുശേഷം നിയോ ഇംപീരിയലിസത്തിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിയോ ഇംപീരിയലിസത്തിൻ്റെ കൺസെപ്റ്റ് ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷനാണ്. അത് മൂന്നും വിശദീകരിച്ചു. അതിനുശേഷം ഗ്ലോബലൈസേഷൻ മാത്രം എടുത്തിട്ട് ഗ്ലോബലൈസേഷനെ സഹായിക്കുന്ന ലോക സംഘടനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. WHO ഉണ്ട് അല്ലേ, WHO അല്ല WTO ഉണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ട്, IMF ഉണ്ട്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ലാസ്റ്റ് ചോദ്യം ഗ്ലോബലൈസേഷൻ പോസിഡ് സം ചാലഞ്ചസ് ടു ദ ഡെവലപ്പിംഗ് കൺട്രീസ് വാട്ട് ആർ ദേ എന്ന് പറയുന്ന ചോദ്യത്തിലോട്ട് പോയി. അത് 6 പോയിൻ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നിങ്ങൾ വീഡിയോ 2 പ്രാവശ്യമെങ്കിലും കാണണം, എങ്കിലും നിങ്ങൾക്കിത് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്ന വീഡിയോ 2 പ്രാവശ്യം കാണുമ്പോൾ അത് മനസ്സിലാവും ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. കോളത്തിലുള്ള ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആണെങ്കിൽ ആ കോളത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്, വേറൊന്നും പഠിക്കേണ്ട. അതിനുശേഷം ഇവിടെ ഒരു ചോദ്യം, പിന്നെ ലാസ്റ്റ് ചോദ്യം. ഇത്രയുമാണ് നിങ്ങൾ പഠിക്കണം. വളരെ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.